പ്രേക്ഷകരെ, പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്നലെയാണ് വിധി വന്നത്. ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് CBIയുടെ കോടതി വിധിച്ചു. പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത കാഞ്ഞങ്ങാട്ടെ മുതിർന്ന അഭിഭാഷകൻ CK ശ്രീധരൻ തത്സമയം നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് CK ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അങ്ങേക്കെതിരെ ഇന്നലെ ഈ കോടതി വിധി വന്നതിനു ശേഷം ഒട്ടേറെ രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നു, രാഷ്ട്രീയ വിമർശനങ്ങൾ വന്നു. ഇന്നലെ താങ്കൾ അതിനോട് പ്രതികരിച്ചിരുന്നില്ല കാര്യമായി. പക്ഷേ എനിക്കറിയേണ്ട ഒരു ചോദ്യം, അങ്ങ് ആദ്യം ഈ കേസിൽ ഈ ഇരകൾക്കൊപ്പം നിൽക്കുകയും ഈ കുടുംബത്തോടൊപ്പം നിൽക്കുകയും പിന്നീടൊരു ഘട്ടത്തിൽ പ്രതികൾക്കൊപ്പം കൂറുമാറുകയും ചെയ്യുന്ന, അഥവാ താങ്കളുടെ വക്കാലത്ത് മാറുകയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ടായി. താങ്കളുടെ അഭിഭാഷക ജീവിതത്തിൽ അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ? അരുൺ, താങ്കളുടെ ചോദ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യത്തിൽ തന്നെ ഒരു പിശക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിശകുള്ളതായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്നെ ഒരിക്കലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് വക്കാലത്തേൽപ്പിക്കുകയോ ഞാൻ ആ കേസ് ഒരു ഘട്ടത്തിലും ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ 1-2 വർഷത്തിന് മുൻപ് ഞാൻ കൈക്കൊണ്ട രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. അതൊരു ദുരാരോപണം മാത്രമാണ്. ഒരിക്കലും ഒരു കാര്യം ആമുഖമായി തന്നെ പറയുന്നു, 58 കൊല്ലത്തെ അഭിഭാഷക വൃത്തിയുടെ ഒരു അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. ആ 58 വർഷത്തിനിടയിൽ ധാരാളം കേരളമറിയപ്പെടുന്ന ഒട്ടേറെ പ്രമാദമായ കേസുകളിൽ ഹാജരാകാൻ പ്രോസിക്യൂട്ടറായോ പ്രതിഭാഗം അഭിഭാഷകനായോ ഹാജരാകാനുള്ള സന്ദർഭം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ അഭിഭാഷക രംഗത്ത് കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ സെഷൻസ് കോടതികളിലും അതുപോലെ അപ്പീൽ മാറ്ററുകളിൽ ഞാൻ അപ്പെക്സ് കോടതിയിലും രാഷ്ട്രീയ ആരോപണമായിരുന്നു അങ്ങ് അവരുടെ വക്കാലത്ത് ഏറ്റെടുത്ത് വക്കാൽ മാറി എന്നൊക്കെയുള്ളത്. പിന്നീട് അത് ദുരാരോപണമാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, നാടിനെ നടുക്കി ഒരു ഇരട്ടക്കൊല കേസ് നിൽക്കുന്ന സമയം, താങ്കൾക്കറിയാമല്ലോ അതൊരു കൊലപാതകം തന്നെയാണ്. ഇപ്പോൾ CBI കോടതി 14 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അതിൽ 15ാമത്തെ പ്രതിയെ CBIയുടെ അന്വേഷണത്തിലൂടെയാണ് കൊലപാതകവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ അത് വന്നിരുന്നതുമില്ല. അപ്പോൾ താങ്കൾ ആ ഘട്ടത്തിൽ താങ്കളുടെ രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന് എന്തായിരുന്നു ഒരു ചേതോവികാരം? പ്രത്യേകിച്ച് ഒരു നാട് മുഴുവൻ 2 ചെറുപ്പക്കാരുടെ മരണത്തിൽ തേങ്ങുന്ന വേളയിലാണ് താങ്കൾ മറുപക്ഷത്തേക്ക് പോകുന്നത്. അത് താങ്കളിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയെ ബാധിച്ചിരുന്നില്ലേ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ? പ്രിയപ്പെട്ട അരുൺ, താങ്കൾ എൻ്റെ പൊതുജീവിതത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര അറിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ചത് എന്ന് വിനയപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ വ്യക്തമാക്കുകയാണ്. ഞാൻ 1957കളിൽ K ചന്ദ്രശേഖരനും NK ബാലകൃഷ്ണനും PR കുറുപ്പും അതുപോലെ അരങ്ങിൽ ശ്രീധരനും എല്ലാം നയിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുരംഗത്ത് വിദ്യാർത്ഥി ജീവിതകാലത്ത് പ്രവർത്തിച്ചിരുന്നത്. അന്നത്തെ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയുടെ ISOവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഞാൻ. 1965-ൽ എറണാകുളത്ത് ലോ കോളേജിൽ ഞാൻ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്വാഭാവികമായും ഞാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തുടർന്ന് ഇന്ത്യയിൽ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായപ്പോൾ, അതിൻ്റെ പ്രവർത്തനമില്ലാതായപ്പോൾ സ്വാഭാവികമായും ഞാൻ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് ചേരി എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ ചേരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പറയുന്ന കാരണം ഇത്തരമൊരു പക്ഷെ താങ്കൾ രാഷ്ട്രീയമായ നിലപാട് മാറ്റം നടത്തുന്ന സമയത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താങ്കൾ വിശ്വസിക്കുന്നത് പോലെ വലിയ സോഷ്യലിസ്റ്റ് ആശയങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയാശയത്താൽ പ്രചോദിതനായി താങ്കൾ ഈ ഒരു കൊലപാതകം നടന്ന പശ്ചാത്തലത്തിൽ ഈ കൊലപാതകത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രതികളെ സഹായിക്കും വിധം ഒരു കൂറുമാറ്റമാണ് നടത്തിയതെന്നാണ് ആരോപണം.
ആരോപണം അർത്ഥശൂന്യമാണ് അരുൺ. അതിനെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങൾ, എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ അവരുടെ ഒരു അഭിപ്രായ പ്രകടനത്തെ സംബന്ധിച്ചും ഞാനിപ്പോൾ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ആരോപണം ഉന്നയിക്കുന്നവർക്കറിയാം ദീർഘകാലം പൊതുരംഗത്തും അഭിഭാഷക രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാടുകൾ എന്താണെന്നും ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ എത്രത്തോളം അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും എല്ലാം 100% അറിയുന്ന ആളുകളാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിധി വന്നു കഴിഞ്ഞതിനു ശേഷം അങ്ങയുടെ നിലപാട് എന്താണ്? കുടുംബത്തിന് നീതി കിട്ടി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ CK ശ്രീധരൻ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഏത് അഭിപ്രായ പ്രകടനവും ഈ ഘട്ടത്തിൽ നടത്തുന്നത് പ്രതികളുടെ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്. സ്വാഭാവികമായും അത് ഈ കേസിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള രേഖാപരമായ തെളിവുകളും സാക്ഷി തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എത്രത്തോളം നിയമപരമായി ആ കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വസ്തുതകളെ ആധാരമാക്കി മാത്രമാണ് ഞാൻ ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അതിലുള്ള ലീഗൽ എവിഡൻസ് അങ്ങനെയാണെങ്കിൽ പോലും അങ്ങേക്കത് ബോധ്യമാവുമല്ലോ. അങ്ങ് ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പക്ഷത്തായിരുന്നു, അതിനുശേഷം അങ്ങ് പിന്നീട് CPM പക്ഷത്തേക്ക് മാറുന്നു. അപ്പോൾ താങ്കൾക്ക് ഇതിന്റെ രണ്ടു ഭാഗവും കണ്ടറിഞ്ഞൊരു അഭിഭാഷകൻ എന്ന നിലയിൽ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പീൽ പോകുമെന്നൊക്കെ പ്രതിഭാഗം പറയുന്നുണ്ട്, മറുഭാഗവും അപ്പീൽ പോകുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ചില പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അഭിഭാഷകനും അപ്പുറമുള്ള ഈ നിലപാടുകളിൽ മാറ്റം വരുത്തിയ ഒരു രാഷ്ട്രീയ വ്യക്തിയോടാണ്, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം കൊലപാതകങ്ങൾ കുടുംബങ്ങളുടെ മാത്രമല്ല നമ്മളുടെയൊക്കെ മനസമാധാനം തകർക്കുന്നതല്ലേ? അങ്ങനൊരു നിലപാട് താങ്കൾക്കുണ്ടോ? ഇതിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി വിധിച്ചിരിക്കുന്നു എന്നൊരു നിലപാട് അങ്ങേക്കുണ്ടോ? അരുൺ, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു തർക്കത്തിന് മുതിരുന്നില്ല. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നിറവേറ്റുന്ന കാര്യത്തിൽ പൂർണ്ണമായും അത് സാക്ഷി തെളിവുകളുടെയും മറ്റ് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഈ പ്രോസിക്യൂഷൻ സംശയാതീതമായി കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കറിയാം 24 പ്രതികളാണ് ഈ വിചാരണ നേരിട്ടിട്ടുള്ളത്. 24 പ്രതികളിൽ 14 പേർക്കെതിരെ സംസ്ഥാന പോലീസ് തന്നെയാണ്, ക്രൈംബ്രാഞ്ച് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ആ 14 പ്രതികൾക്ക് പുറമേ 10 പേരെ കൂട്ടിച്ചേർത്തത് CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ്. അതിൽ മഹാഭൂരിപക്ഷം പേരെയും പ്രതികളായി കൂടുതൽ ചേർത്തിട്ടുള്ളത് ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ്. സംഭവ ദിവസം ഗൂഢാലോചന നടത്തി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കൂടുതലായി 15ാമത്തെ പ്രതിയായ സുരേന്ദ്രനാണെന്ന് തോന്നുന്നു. ആ സുരേന്ദ്രനാണെങ്കിലും ഇപ്പോൾ 302 ആണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 പ്രതിയായ KV കുഞ്ഞിരാമനാണെങ്കിലും 21, 22 ബാക്കി പ്രതികൾ, 4 പ്രതികളെയും ഈ പോലീസിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിയമപ്രകാരം പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് അവരെ പോലീസിനെ തടഞ്ഞു എന്ന 225 മാത്രമാണുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സാങ്കേതികമായി ഞാൻ ചോദിച്ചത് അഭിഭാഷകൻ എന്ന നിലയിലായിരുന്നില്ല അഡ്വക്കേറ്റ് CK ശ്രീധരൻ. ഞാൻ ചോദിച്ചത് ഈ ഒരു പക്ഷത്ത് നിന്ന് മറുപക്ഷത്തേക്ക് ഈ ഒരു സാഹചര്യത്തിൽ മാറുന്നതിനുള്ള ഒരു രാഷ്ട്രീയ കാരണം അതെന്തായിരുന്നു എന്നുള്ളതാണ്. അങ്ങേക്ക് തീർച്ചയായിട്ടും അത്തരം നിലപാടുകൾ എടുക്കാം. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് ഏത് കേസുകളും അങ്ങേക്ക് വാദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഞാൻ ഒരു രാഷ്ട്രീയമായ ഒരു നിലപാടെടുക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അരുൺ, ആ കാര്യം ഈ സന്ദർഭത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഫൗണ്ട് ഗിൽറ്റി, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഈ 10 പ്രതികൾക്കെതിരെ മെയിൻ ഒഫൻസ് 302വുമായി ബന്ധപ്പെട്ട് 10 പ്രതികൾക്കെതിരെയും 225 IPC വകുപ്പ് പ്രകാരം 4 പ്രതികൾക്കെതിരെയും ഒരു വിധി വന്നിട്ടുള്ള ഘട്ടത്തിൽ, ശിക്ഷാവിധി ബാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ
എൻ്റെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചും അതിനാധാരമായിട്ടുള്ള വസ്തുതകളെ സംബന്ധിച്ചും മറ്റും വിശകലനം ചെയ്യുന്നത് തികച്ചും അനൗചിത്യമാണ് എന്നാണ് എൻ്റെ എളിയ ഒരു ശരി, അല്ല, അഭിപ്രായം. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ അതുകൊണ്ട് അങ്ങേക്ക് തന്നെ നൽകുന്നു. ആ സ്വാതന്ത്ര്യം സ്വാഭാവികമായും അങ്ങേക്ക് പറയാം. അത് ഞാൻ ആ സ്വാഭാവികമായും കാര്യത്തെക്കുറിച്ച് താങ്കൾ ആരോപണം നേരിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങയുടെ പ്രതികരണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ദുരാരോപണമാണ് എന്നാണ് അങ്ങ് പറയുന്നത്. അതിപ്പോൾ അനൗചിത്യമാണ് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതും അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളുടെ ജോലി ചെയ്തു എന്നാണ് വ്യക്തമാക്കുന്നതും. താങ്ക് യു അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ. നമുക്കൊപ്പം ചേർന്നത് ഇന്നലെ അഡ്വക്കേറ്റ് സി കെ ശ്രീധരനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താനടക്കം കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ആ രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. താനൊരു സോഷ്യലിസ്റ്റ് ചേരിയിലുണ്ടായിരുന്ന ഒരാളാണ്. അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി, പിന്നീട് പാർട്ടി മാറി എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി മാറിയ സാഹചര്യമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലെ വിവാദ വിഷയം. അഡ്വക്കേറ്റ് സി കെ ശ്രീധരനാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്തായാത്ര